നിമിഷ്, UDF-ന്റെ വാഹനജാഥ പരിസമാപ്തി കുറിക്കുന്ന സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കഴിഞ്ഞു. UDF-ന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ആ വാഹനത്തിലുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ ഈ കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും പരിസമാപ്തിയിലുള്ള സ്റ്റേഡിയം ഫൈനൽ പോയിന്റിൽ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചേരും. ഇപ്പോൾ ഏതാണ്ട് 100 മീറ്റർ മാത്രമാണ് ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ളത്. വലിയ ആവേശമാണ് UDF ക്യാമ്പിൽ. നിരവധി പ്രവർത്തകർ ഈ ഒലവക്കോട് നിന്ന് തുടങ്ങിയ യാത്രയിൽ ഉടനീളം നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഇപ്പോൾ ഇതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ, അവസാന അരമണിക്കൂറിലേക്ക് വരുമ്പോൾ ആവേശം അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. ഗംഭീരമായ റോഡ് ഷോ സംഘടിപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് UDF. ഏതായാലും ഈ അവസാന ഇനി അത്രയേറെ വലിയ ശബ്ദത്തിലാണ് ഗേറ്റ് കേൾക്കുമ്പോൾ അറിയാം. ഭൂമി കുലുങ്ങുമാറുള്ള സ്പീക്കർ സംവിധാനങ്ങളുമായിട്ടാണ് ആഘോഷം നടക്കുന്നത്. അക്ഷയ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്ങി നിറഞ്ഞു കഴിഞ്ഞോ? റോഡ് കാണാൻ കഴിയുമോ? സ്ഥാനാർത്ഥികളെ അടുത്തെത്താൻ കഴിയുമോ? ലൈറ്റ് സംവിധാനങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വർണ്ണവിസ്മയത്തിൻ്റെ ഒരു സമയം കൂടിയാണ്. പലവിധ പ്രകാശങ്ങൾ പരത്തിക്കൊണ്ട് പുട്ടും പാട്ടും വർണ്ണങ്ങളുമൊക്കെയായി അവസാന മിനിറ്റുകൾ ആഘോഷപൂർണ്ണമാക്കുകയാണ്. 5:34 സമയം. ഇനി 26 മിനിറ്റുകൾ മാത്രമാണ് ഈ കൊട്ടിക്കലാശം അവസാനിക്കാനായി അവശേഷിക്കുന്നത്. കൃത്യം 6 മണിക്ക് തന്നെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം കൊട്ടിക്കലാശം അവസാനിപ്പിക്കണം. അവസാന മിനിറ്റുകളിലാണ്. പ്രവർത്തകർക്ക് പലയിടത്തും തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. വാഹനങ്ങൾക്ക് മുകളിലും മതിലിൻ്റെ മുകളിലുമൊക്കെ കയറിയെന്നാണ് പ്രവർത്തകർ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കാണുന്നത്. ഈ ആവേശത്തിനൊപ്പം നിറയുന്നത് സ്റ്റേഡിയം പരിസരവുമൊക്കെ നിറഞ്ഞ് കവിഞ്ഞ സ്ഥിതിയിലാണ്. എല്ലാ പാർട്ടികളും ആരാണ് മുമ്പിൽ എന്ന് ചോദിച്ചുകൊണ്ടാണ് അണികളും സ്ഥാനാർത്ഥികളും നേതാക്കളും അല്ലെങ്കിൽ ഈ വാദ്യഘോഷങ്ങളൊക്കെ ഒരുക്കുന്നവരുമൊക്കെ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. എല്ലാവരും അതിഗംഭീരമായി തന്നെ ഈ കൊട്ടിക്കലാശം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതിഗംഭീരമായി അല്ലെങ്കിൽ അത്ര വിപുലമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് എല്ലാ മുന്നണികളും കൊട്ടിക്കലാശത്തിന് ഒരുങ്ങി. നേരത്തെ തന്നെ സമയം 2 മണി കഴിഞ്ഞപ്പോൾ മുതൽ ശേഷിക്കുന്നത് നിമിഷങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് മുൻപിൽ ആകെയുള്ളത് 25 മിനിറ്റ് സമയമാണ്. ആ 25 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ LDF-ന്റെ ആ റോഡ് ഷോയ്ക്ക് അകത്തായിരുന്നു. അവിടെ നമ്മൾ ആ ജനക്കൂട്ടത്തിലുള്ള പെട്ടുപോകുകയായിരുന്നു. ഒഴുകിയാണ് നമ്മൾ പുറത്തേക്ക് എത്തുന്നത് എന്ന് പറഞ്ഞത് ഇതാണ് എന്നവർ കൃത്യമായി വിശദീകരിച്ചു. ഞങ്ങൾ നിൽക്കുന്നത് ദിവിഷ് മാധു നടുക്കാണ്. അതായത് 3 മുന്നണികളുടെയും പ്രചാരണ സമാപനം നടക്കുന്നതിന്റെ നടുക്ക്. ഇവിടെ ഒഴിഞ്ഞ സ്ഥലമുണ്ട്. BJP-യുടെ പ്രചരണ സമാപനം അവിടെയാണ്. UDF-ന്റെ പ്രചരണ സമാപനം കാണാം. LDF-ന്റെ പ്രചാരണ സമാപനവും. LDF, UDF, BJP മുന്നണികൾ ഒരുപോലെ ആവേശത്തോടു കൂടി അവരുടെ പ്രചാരണം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ത്രികോണ പോരെന്നൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല. അതുപോലെ തന്നെ 3 കോണിലേക്ക് നോക്കൂ. 3 കോണിലും വൻ ആവേശം, വൻ ആർഭാദം, വൻ വൈബിലേക്ക് കൊട്ടിക്കയറുന്നു കൊട്ടിക്കലാശം പാലക്കാടൻ മണ്ണിൽ. ഒരുപക്ഷെ പാലക്കാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ചൂടേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പായി. ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ ഉപതെരഞ്ഞെടുപ്പായി ഇതാ ഈ ഉപതെരഞ്ഞെടുപ്പ് 1.5 വർഷമുള്ളൂ. ആര് ജയിച്ചാലും UDF റോഡ് ഷോ അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. വലിയ ആൾക്കൂട്ടമാണ്. നേതാക്കൾ നേരത്തെ മുതലേ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കൊടിതോരണങ്ങളുടെ അകമ്പടിയോടുകൂടി UDF-ന്റെ റോഡ് ഷോ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. BJP-യുടെ റോഡ് ഷോ റോഡിന്റെ മറുവശത്ത് ക്രമീകരിച്ചിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക്
മൂന്ന് മുന്നണികളുടെയും പ്രചരണ സമാപനം പോവുകയാണ്. മൂന്നും അങ്ങനെ സംഗമിക്കുന്നു. നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ തന്നെ 3 രഥങ്ങൾ, അലങ്കരിച്ച രഥങ്ങൾ വന്നു ചേരുന്ന പോലെ തന്നെ 3 രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ശക്തി അറിയിച്ചുകൊണ്ട്, അവരുടെ കൊടികൾ എന്തിക്കൊണ്ട്, അവരുടെ പറ്റാവുന്നത്രയും പ്രവർത്തകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള ഒരു കൊട്ടിക്കലാശം ഇവിടെ കളറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ഒരു പക്ഷേ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ആവേശം പാലക്കാടൻ മണ്ണിൽ നമുക്കിപ്പോൾ കാണാം. UDF-ന്റെ റോഡ് ഷോയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. UDF-ൽ നേരത്തെ തന്നെ ഒരു സാഗരം പോലെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശത്തിലേക്ക് UDF ക്യാമ്പ് എത്തുന്നു. അപ്പുറത്ത് BJP ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതെ, UDF-ന്റെ റോഡ് ഷോ അപ്പുറത്തെ വശത്ത് സംഗമിക്കുകയാണ്. നമുക്ക് UDF ക്യാമ്പിലേക്ക് പോകണ്ടേ? UDF ക്യാമ്പിലേക്ക് പോകണം. UDF ക്യാമ്പിലേക്ക് പോകണമെങ്കിൽ നമ്മൾ നേരത്തെ LDF ക്യാമ്പിലേക്ക് പോയതുപോലെ തന്നെ സാഹസികമായി വേണം പോകാൻ. അതിസാഹസികമായിരിക്കും ആ യാത്ര. എങ്കിലും നമുക്ക് അതിന്റെ അടുത്തേക്കെങ്കിലും ഒന്ന് എത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും കുറച്ചു നിമിഷങ്ങളാണുള്ളത്. അതെ, വോട്ട് ചോദിക്കാൻ പറയാനിതാ അരമണിക്കൂർ. അതെ, കുറച്ചു നിമിഷങ്ങളാണുള്ളത്. 5:38 സമയം. അവസാന മിനിറ്റുകൾ. അക്ഷയ